ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന ആക്രമണത്തിന്റെ ഫലം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലും കാണുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇപ്പോൾ ബംഗ്ലാദേശികളും ഇന്ത്യൻ ഗ്രാമവാസികളുമായിട്ടുള്ള സംഘർഷം ഒരു നിരന്തര കാഴ്ചയായി മാറിയിരിക്കുകയാണ്. BSF ജവാന്മാരാണ് അവസാനം ഇവരെ പിടിച്ചു മാറ്റാനായി മുന്നിലേക്ക് വരുന്നത്. ഇപ്പോൾ വരുന്ന സുപ്രധാനമായ റിപ്പോർട്ടുകൾ പ്രകാരം ബംഗ്ലാദേശ് അതിർത്തിയിൽ ഒരു വമ്പൻ സംഘർഷം ബംഗ്ലാദേശികളും ഇന്ത്യക്കാരും തമ്മിൽ നടത്തിയിരിക്കുന്നു. പ്രധാനമായും ഇന്ത്യൻ ഗ്രാമവാസികളാണ് നടത്തിയിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിനും ബംഗ്ലാദേശിനും ഇടയിലുള്ള ഇന്ത്യൻ ഗ്രാമമായിട്ടുള്ള മാൾഡയിലെ സുഖ്ദേവ്പൂരിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ഇന്ത്യക്കാരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ മോഷ്ടിക്കാൻ വന്ന ബംഗ്ലാദേശികളെയാണ് ഇപ്പോൾ ആ ഗ്രാമവാസികൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇവിടെ വലിയ രീതിയിൽ ഇന്ത്യൻ കർഷകരുടെ വിളകൾ മോഷ്ടിക്കാനായി ബംഗ്ലാദേശികൾ എത്തുന്നു. ബംഗ്ലാദേശി കൊള്ളക്കാരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നാണ് BSF ജവാന്മാരടക്കം പറയുന്നത്. ഇവിടെ മുള്ളുവേലി അഥവാ ഫെൻസിംഗ് നടത്താനുള്ള നടപടികൾ തുടങ്ങിയിരുന്നു. എന്നാൽ ഇത് ഈ ഗ്രാമവാസികളുടെയും BJP-യുടെയും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തെ തുടർന്ന് ഇന്ത്യക്ക് നിർത്തിവെക്കേണ്ടി വന്നു. ഇതേ തുടർന്ന് ഇത് വലിയൊരു ഗുരുതര വിഷയമായി ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് എടുത്തിരുന്നു. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണോയ് റോയി അടക്കം വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ ബംഗ്ലാദേശിന്റെ ഒരു തന്ത്രമാണ് ഇത് എന്നാണ് ഇന്ത്യ വിലയിരുത്തുന്നത്. അതായത് ബംഗ്ലാദേശിലുള്ള കൊള്ളക്കാരെ മുഴുവൻ ഇന്ത്യയിലേക്ക് കടത്തിവിടുമ്പോൾ BSF ജവാന്മാർ അവരെ നേരിടും. പോരാത്തതിന് ഇവർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തിരുന്നു. സാധാരണക്കാരായ ബംഗ്ലാദേശികൾക്ക് നേരെയാണ് ഇന്ത്യ വെടിയുതിർക്കുന്നത് എന്ന് ആ സമയത്ത് ബംഗ്ലാദേശിന് പറഞ്ഞു പരത്താനായി സാധിക്കും. അങ്ങനെ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാം എന്ന തന്ത്രമാണ് ബംഗ്ലാദേശ് അവിടെ ഉപയോഗിക്കുന്നത്. എന്നാൽ നിലവിൽ ബംഗ്ലാദേശ് പറയുന്നത് സുഖ്ദേവ്പൂരിൽ നടന്ന ഈ സംഭവം ഇന്ത്യക്കാർ ബംഗ്ലാദേശികളെ ഒരു കാരണവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് പറയുന്ന കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരാണ് ബംഗ്ലാദേശിലേക്ക് കടന്ന് ബംഗ്ലാദേശിലെ അവിടെയുള്ള ആൾക്കാരുടെ കർഷക സമ്പത്ത് എല്ലാം മോഷ്ടിക്കാനായി ശ്രമിച്ചത്. അത് തടയാനാണ് ബംഗ്ലാദേശികൾ ശ്രമിച്ചത്. അങ്ങനെയുള്ള ബംഗ്ലാദേശികളെയാണ് ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ വാദം എന്ന് പറയുന്നത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഇന്ത്യ പല രീതിയിലുള്ള നടപടികളാണ് ബംഗ്ലാദേശികൾക്കെതിരെ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 25,000-ഓളം ബംഗ്ലാദേശികളെ അടക്കം നാട് കടത്താനുള്ള നീക്കം ഗുവാഹത്തി ഹൈക്കോടതിയുടെ വിധി പ്രകാരം ഇന്ത്യ ചെയ്യുകയുണ്ടായി. അത് ഇപ്പോൾ പ്രോസസ്സിലാണ്. ഇന്ത്യക്കും ബംഗ്ലാദേശിലും ഇടയിലുള്ള ബംഗാളിലെ മൽഡായിലെ സുഖ്ദേവ്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിരന്തര സംഘർഷം ഇപ്പോൾ നിരന്തര കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഔട്ട് പോസ്റ്റ് ഏരിയയിലാണ് ഇന്ത്യൻ കർഷകർ വിള മോഷണം നടത്തിയതായി ബംഗ്ലാദേശികൾ ആരോപിക്കുന്നത്. എന്നാൽ അങ്ങനെ യാതൊരുവിധ സാധ്യതയും ഇല്ലെന്നും ഇന്ത്യയിൽ നമുക്ക് കൃത്യമായി എല്ലാം തിന്നാനും കുടിക്കാനും ഉണ്ടെന്നുമാണ് ബംഗ്ലാദേശിനോട് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശിലേക്ക് കടന്നു മോഷ്ടിക്കേണ്ട കാര്യം ഇന്ത്യക്കാർക്കില്ല. മറിച്ച് ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് കുന്തവും കാളകളുമായി കൊള്ളയ്ക്കായി വരുന്നു എന്ന റിപ്പോർട്ടുകൾ ഇന്ത്യ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിന് നിങ്ങളൊരു പരിഹാരം കാണണം എന്നാണ് ബംഗ്ലാദേശിനോട് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഈ ഭാഗത്ത് കമ്പിവേലി കെട്ടുന്ന പ്രവൃത്തി എത്രയും വേഗം തുടരും. അത് ഉടനെ തന്നെ തിരിച്ച് നമ്മൾ റീഗെയിൻ ചെയ്യും എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ BSF അവിടെ എത്തിയിരുന്നു. ഇരു കർഷകരും തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർപ്പാക്കിയ ശേഷമാണ് BSF ജവാന്മാർ അവിടെ നിന്നും മടങ്ങിയത്. അതിനുശേഷമാണ് ഇവർ പ്രസ്താവനയും ഇറക്കിയത്. കൃഷിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിളമോഷണ കേസോ അതിർത്തിയോ BSF-ന് മുന്നിൽ ഉന്നയിക്കാൻ കർഷകരോട് അവർ ആവശ്യപ്പെട്ടിരുന്നു. അത് പരിഹരിക്കും എന്നാണ് BSF ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി മുതൽ ബംഗ്ലാദേശികളുടെ മേൽ കൈവയ്ക്കേണ്ട ആവശ്യമില്ല എന്നും BSF ഗ്രാമവാസികളോട് പറഞ്ഞിട്ടുണ്ട്. കർഷകർ തമ്മിലുള്ള തർക്കം ശാന്തമായത് BSF വന്നതിന് ശേഷമാണ്. എന്നാൽ ചിലർ ബംഗ്ലാദേശ് അതിർത്തിയിൽ എത്താൻ ശ്രമിച്ചത് ബംഗ്ലാദേശ് സുരക്ഷാ സേന തടയുകയുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാർക്ക് ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് കടക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ഇന്ത്യ പറയുന്നു. നിലവിൽ ഷെയ്ഖ് ഹസീനയുടെ ഭരണം അവസാനിച്ചതിന് ശേഷം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയായിട്ടുള്ള ആക്രമണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വർദ്ധിച്ചിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയും സംഘർഷഭരിതമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.